സ്കൂൾ വിദ്യാർത്ഥിയെ അതിക്രൂര പീഡനത്തിനിരയാക്കിയ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. സ്കൂളിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോകും വഴി ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ച് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പ്രതി. ശാരീരിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച കുട്ടിയെ കുടുംബം ആശുപത്രിയിലാക്കിയതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം വട്ടപ്പാറയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഓട്ടോയിലായിരുന്നു. കുട്ടിയോട് സൗഹൃദം നടിച്ച ഓട്ടോ ഡ്രൈവർ പ്രണയാഭ്യർത്ഥന നടത്തി പിന്നാലെ കൂടുകയായിരുന്നു. കുട്ടിക്ക് മൊബൈൽ ഫോണും പ്രതി വാങ്ങി നൽകി. ഇതിനിടെ കുട്ടിയെ വിവിധയിടങ്ങളിലെത്തിച്ച് ശാരീരിക പീഡനത്തിന് ഇരയാക്കി. സ്കൂളിലേക്കും ട്യൂഷൻ ക്ലാസ്സിലേക്കും കൊണ്ടുപോകുന്ന സമയം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഓട്ടോറിക്ഷയിൽ വെച്ചാണ് പ്രതി കുട്ടിയെ ഉപദ്രവിച്ചത്. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡനം തുടരുകയായിരുന്നു. ഇതിനിടെ പെൺകുട്ടിക്കുണ്ടായ ശാരീരിക അസ്വസ്ഥ്യം ശ്രദ്ധയിൽപ്പെട്ട കുടുംബം ആശുപത്രിയിലാക്കിയതോടെയാണ് അതിക്രൂര പീഡനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ ഓട്ടോ ഡ്രൈവർ വെമ്പായം കറ്റയിൽ തടത്തരികത്ത് വീട്ടിൽ അരുണിനെ വട്ടപ്പാറ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതിയിൽ കൗൺസിലിംഗിന് വിധേയമാക്കി. ഒളിവിൽ പോയ പ്രതി അരുണിനെ വട്ടപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത്, സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പിടികൂടിയത്. പ്രതി വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. പ്രതിയുടെ സ്വഭാവ ദൂഷ്യങ്ങളിലും വൈകൃതത്തിലും പ്രതിയുടെ ഭാര്യയും സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.